വാവേ എന്ന് വിളിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ആവണി. ആവണിയുടെ സൗണ്ട് കേട്ട് തൊട്ടപ്പുറത്തുള്ള മദറമ്മയും റോസി അമ്മച്ചിയും എല്ലാം അവിടെ എത്തി. എന്താ മോളെ, എന്തു പറ്റി? റോസി അമ്മച്ചി അവളുടെ തല തഴുകിക്കൊണ്ട് ചോദിച്ചു. അതില്ലേ അമ്മ, ഒരു സ്വപ്നം കണ്ടതാ. കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതേ സ്വപ്നം. ആവണി പറഞ്ഞത് കേട്ടതും റോസി അമ്മച്ചിയുടെ മുഖം മാറി. ആ സ്വപ്നം എന്തെന്ന് റോസി അമ്മച്ചിക്ക് അറിയാലോ. ഒരു കുഞ്ഞുവാവയും അവളുടെ ചേച്ചിയും ഒരുമിച്ചിരിക്കുക. പെട്ടെന്ന് ആരോ വന്ന് അവരിൽ ഒരാളെ മാത്രം എങ്ങോട്ടോ കൊണ്ടുപോയി. മറ്റേ കുഞ്ഞ് കരയാ. എന്തിനാ ഞാൻ ഈ സ്വപ്നം കാണുന്നതെന്ന് അറിയില്ല. പക്ഷേ ഈ സ്വപ്നം കണ്ട ആകെ ഉള്ളൊന്ന് പെടയാൻ തുടങ്ങും. അത് കേട്ടതും ആ മദറമ്മ പറഞ്ഞു, പ്രാർത്ഥിച്ചു കിടക്കും. പ്രാർത്ഥിച്ചു കിടന്നാൽ ഇങ്ങനെയുള്ള സ്വപ്നമൊന്നും കാണില്ല എന്ന്. എന്നിട്ട് മദറമ്മ റൂമിലേക്ക് പോയി. റോസിയമ്മ കുറച്ചു നേരം അവളെ നോക്കിയിട്ട് അവരും റൂമിലേക്ക് പോയി. റോസിയമ്മ പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു ഫോട്ടോ എടുത്തു. അഞ്ചു ആ റൂമിൽ കണ്ട ആ ഫോട്ടോ തന്നെയായിരുന്നു അത്. അമ്മയുടെ പൊന്നുമോള്, അമ്മയോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് അഞ്ജുവിൻ്റെ ഫോട്ടോ തഴുകി. അങ്ങനെ രാവിലെ ആയിരുന്നു. ആവണിയുടെയും ഡേവിഡിൻ്റെയും കല്യാണ ഒരുക്കങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങിയിരുന്നു. പള്ളിയിൽ വെച്ച് കെട്ട് നടത്താനാണ് തീരുമാനം. അതിനുള്ള ഷോപ്പിങ്ങിനായി ഡേവിഡും ആവണിയും അമ്മച്ചിയും റോസിയമ്മയും എല്ലാം പോയിരുന്നു. ഡേവിഡിൻ്റെ കാറിലാണ് പോയത്. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ആവണിക്കും ഡേവിഡിനും പരസ്പരം സംസാരിക്കാനായില്ല. ഡേവിഡ് കാർ ഓടിക്കുമ്പോൾ അവൻ്റെ അടുത്ത് അനുവായിരുന്നു ഇരുന്നത്. ഡേവിഡ് മിററിലൂടെ ആവണിയെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ വലിയ കണ്ണുകളിൽ എന്തോ ഒരു കാന്തികത ഉള്ളതായി അവന് തോന്നി. അവൻ്റെ കണ്ണുകൾ അവളെയും ആകർഷിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടാളും പരസ്പരം നോട്ടത്തിലൂടെ അവരുടെ പ്രണയം കൈമാറുകയായിരുന്നു. ആക്സിഡൻ്റ് ആവാണ്ട് ഷോപ്പിംഗ് മോളിലേക്ക് എത്തിയത് ഭാഗ്യം. ആദ്യം റോസിയമ്മയും സാറാ അമ്മച്ചിയും ഇറങ്ങി, പിന്നെ ആവണയും അനുവും. ഡേവിഡ് കാർ പാർക്ക് ചെയ്യാനായി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അവർ കല്യാണത്തിനുള്ള സാരി സെലക്ട് ചെയ്യാനായിരുന്നു ആദ്യം പോയത്. മോൾക്ക് ഇഷ്ടമുള്ള സാരി എടുത്തോ, സാറാ അമ്മച്ചി ആവണിയോട് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞത് കേട്ടതും ആവണി പറഞ്ഞു, അത് അമ്മച്ചി തന്നെ സെലക്ട് ചെയ്താൽ മതിയെന്ന്. അയ്യോടി, എൻ്റെ അല്ല കെട്ട്, നിൻ്റെയാണ്. എൻ്റെ ഇഷ്ടത്തിന് എടുക്കാൻ നിൽക്കുന്നു അവള്. ചെറുക്ക, നീ ഇതാ ഇവളെ വിളിച്ചു പോയി സാരി എടുത്തിട്ട് വന്നേ, ഞങ്ങൾക്കുള്ള സാരി നോക്കട്ടെ. അമ്മച്ചി ഡേവിഡിനോട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഡേവിഡ് ആവണിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. ആവണിയും ഡേവിഡും നടന്നു പോകുന്നത് റോസിയമ്മയും സാറാമ്മച്ചിയും നോക്കിക്കൊണ്ടിരുന്നു, ഒരു പുഞ്ചിരിയോടെ തന്നെ. അവർ വന്നതും സെയിൽസ് ഗേൾ വന്ന് അവർക്ക് മുന്നിലായി 4-5 സാരികൾ എടുത്തു വെച്ചു. ഏതെങ്കിലും കളർ ചൂസ് ചെയ്തിട്ടുണ്ടോ മാം? സെയിൽസ് ഗേൾ ആവണിയോട് ചോദിച്ചു. അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. ഓക്കെ, ഇപ്പോൾ കാണിച്ചത് ഏതെങ്കിലും ഇഷ്ടമായോ? അവർ ചോദിച്ചതും ഡേവിഡ് ആ സാരികളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ദാ അവിടെയുള്ള ആ പിങ്ക് കളർ സാരി എടുത്തേ എന്ന്. സെയിൽസ് ഗേൾ ആ സാരി എടുത്തു ഡേവിഡിൻ്റെ കയ്യിൽ കൊടുത്തു. അത് നോക്കിയിട്ട് ഡേവിഡ് പറഞ്ഞു, നന്നായിട്ടുണ്ട് അല്ലേ? ആവണിയും ശരിയെന്ന വണ്ണം തലയാട്ടി. സർ, ഈ സാരി ഇഷ്ടപ്പെട്ടോ? എന്നാൽ മാമിന് ഞാൻ ഈ സാരി ഉടുപ്പിച്ച് കൊടുത്തോട്ടെ? ആവണി ഡേവിഡിനെ ഒന്ന് നോക്കിയ ശേഷം മൂളി. എന്നാൽ അങ്ങോട്ട് വരൂ മാം എന്ന് പറഞ്ഞ് സെയിൽസ് ഗേൾ മുമ്പിൽ നടന്നു. അവർ വേഗം തന്നെ ആവണിയെ ആ സാരി ഉടുപ്പിച്ചു. എന്നിട്ട് മിററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ സാരി ഉടുത്ത ആവണിയെ കാണാൻ നല്ല ചന്തമുണ്ടായിരുന്നു കേട്ടോ. സെയിൽസ് ഗേൾ സാരി ഉടുപ്പിക്കുന്ന കണ്ട് റോസി അമ്മച്ചിയും സാറാമ്മച്ചിയും അനുവുമെല്ലാം അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മാം, മിററിലേക്ക് നോക്കിയേ. സാറും നോക്കൂ, മാമിന് ഈ സാരി നന്നായി ചേരുന്നില്ലേ? സെയിൽസ് ഗേൾ ചോദിച്ചതും ആവണി മിററിലേക്കൊന്ന് നോക്കിയ ശേഷം ഡേവിഡിനെ നോക്കി. ഡേവിഡ് സാരി ഉടുത്ത് നിൽക്കുന്ന ആവണിയുടെ പിക്ക് എടുക്കുകയായിരുന്നു. പിക്ക് എടുത്ത ശേഷം അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. വേറെ സാരി നോക്കണം മാം? സെയിൽസ് ഗേൾ ചോദിച്ചതും ആവണി പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ സാരി നല്ലോണം ഇഷ്ടപ്പെട്ടു. ആവണി പറഞ്ഞു. അതെ, ആവണി മോൾക്ക് ഈ സാരി നല്ലോണം ചേരുന്നുണ്ട്. റോസിയമ്മയും സാറാമ്മച്ചിയും കൂടി അതിനെ സപ്പോർട്ട് ചെയ്തു. അതെ ചേച്ചി, ചേച്ചിക്ക് ഏറ്റവും നന്നായി ഇണങ്ങുന്ന സാരി തന്നെയാണ് ഈ ചായ സെലക്ട് ചെയ്തത്. നമ്മളൊക്കെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഏരിയ ആണ്, നമുക്കിവിടെ റോളില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആളാ.
ഇപ്പോൾ സെലക്ട് ചെയ്തത് കണ്ടില്ലേ? അനു ഡേവിഡിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ, അതൊക്കെ അങ്ങനെയാ. ഞാൻ സെലക്ട് ചെയ്യും, എൻ്റെ കെട്ടിയവൾക്ക് വേണ്ടിയല്ലേ എന്ന്. ഡേവിഡ് അനുവിനോട് അത് പറഞ്ഞതും ആവണിക്ക് സമ്മലായി. കാരണം റോസി അമ്മച്ചിയും സാറാമ്മച്ചിയും എല്ലാം ഉണ്ടല്ലോ. അവൾ ഡേവിഡിൻ്റെ കയ്യിലൊന്ന് നുള്ളി. നുള്ളല്ലടി പെണ്ണെ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഡേവിഡ് ഒച്ചയിൽ ആവണിയോട് പറഞ്ഞു. അത് കേട്ടതും റോസി അമ്മച്ചിയും സാറാമ്മച്ചിയും ചിരിച്ചു. ഓ, ഈ ചായനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മനുഷ്യനെ നാണം കെടുത്താനായിട്ട് എന്ന് ആവണി മനസ്സിൽ പറഞ്ഞു. അവർ അങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ആവണിയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. ആവണിയുടെ ഈ സന്തോഷങ്ങൾ കാണാൻ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അവിടെ. അതും അവരറിയാതെ. ആരാന്നറിയോ? അഞ്ജു. അവൾ ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ ആവൂസിനെ കാണുന്നത്. അവളെ കണ്ടപ്പോൾ അഞ്ജുവിന് ഒരുപാട് സങ്കടവും അതുപോലെ ഒരുപാട് സന്തോഷവും തോന്നി. സന്തോഷത്തിൻ്റെ കാരണം അവൾ ഇപ്പോൾ ഹാപ്പിയാണ്. അത് അവളുടെ മുഖത്ത് നിന്ന് തന്നെ അഞ്ജുവിന് മനസ്സിലായി. പിന്നെ മന്ത്രകോടിയുടെ സെക്ഷനിലാണ് അവർ നിൽക്കുന്നത്. കൂടെ ഡേവിഡും റോസി അമ്മച്ചിയും എല്ലാം ഉണ്ട്. ആവണിയെ സാരി ഉടുപ്പിക്കുന്നതും എല്ലാം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ആവൂസിൻ്റെ കല്യാണമായി എന്ന്. അഞ്ജുവിന് അവളുടെ ആവൂസിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളൊരു തൂണിൻ്റെ പുറകിൽ നിന്ന് അവരെ തന്നെ എത്തി നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ഉള്ളിൽ തുടിക്കുകയായിരുന്നു ഒന്ന് അടുത്തു പോവാൻ, അവളോട് സംസാരിക്കാൻ. പക്ഷേ ഇനി ആവില്ലല്ലോ അതിനൊന്നും. ഇപ്പോൾ ആവണിക്ക് അഞ്ജു ആരുമില്ലല്ലോ. അതാലോചിച്ചിട്ട് അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഡേവിഡും ആവണിയും ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് പോകാനായി ഇറങ്ങി. അവർ പോകുന്നത് അഞ്ജു നോക്കിക്കൊണ്ടേയിരുന്നു. അഞ്ജു തൂണിൻ്റെ പിന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി. ഒരു നിമിഷം അവിടെ ആ കരച്ചിൽ ആവണി കേട്ടില്ല. പക്ഷേ ദീപക് കേട്ടിരുന്നു. ദീപക് അവളുടെ ഷോൾഡറിൽ കൈവച്ചു. അവനെ കണ്ടതും അഞ്ജു അവൻ്റെ നെഞ്ചോട് ചേർന്നു കരഞ്ഞു. സത്യം പറഞ്ഞാൽ ദീപക് മാത്രമാണ് അഞ്ജുവിൻ്റെ ഒരേ ആശ്വാസം. അവൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാറ് പുറപ്പെടുന്ന ആ വേളയിൽ അഞ്ജുവിനെ കണ്ടു റോസിയമ്മ. അഞ്ജു തൻ്റെ സ്വന്തം മകളാണെന്ന തിരിച്ചറിവ് ഇപ്പോൾ റോസിയമ്മയ്ക്കുണ്ടല്ലോ. അവളുടെ അടുത്ത് പോവാൻ, അവളെ ഒന്ന് ഉമ്മ വയ്ക്കാൻ റോസിയമ്മയുടെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു. റോസിയമ്മയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു അവളെ കണ്ടപ്പോൾ. ബാക്കി എന്താ നടക്കുകയെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഡേവിഡിൻ്റെയും ആവണിയുടെയും കല്യാണവും അതിൻ്റെ സന്തോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ.